ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സും കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഈന്തപ്പഴം ഇതുപോലെ ഞെട്ടുള്ളത് വേണം നോക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഞെട്ട് കളഞ്ഞിട്ട് ഇത് നടുവേ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കാ എടുത്ത് കളയണം. അതുപോലെ എല്ലാത്തിൻ്റെയും കായ് എടുത്ത് ഞാൻ കളയട്ടെ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കായ് കളഞ്ഞെടുത്ത് ഇനി ഞാൻ ചെയ്യണത് ഇത് ഓരോന്നും എടുത്തിട്ട് ഇതിലേക്ക് ഒരു കശുവണ്ടി വെച്ച് കൊടുക്കും. അടച്ചു കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ മാറി മാറിയാണ് ഇതിനകത്ത് ബദാമും ഉണ്ട്, ബദാമും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും വെച്ച് ഇത് അടച്ചു വയ്ക്കും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 ഗ്ലാസ് മൈദമാവും ആ മൈദമാവിൻ്റെ പകുതി തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കണം, ഒരു തരി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി ഏലക്കയും ജീരകവും ചുക്കും കൂടി പൊടിച്ച പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇത് ഒന്ന് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മാവ് ശരിക്കും ഒരു തിക്കായിട്ട് കുഴച്ചെടുക്കട്ടെ. ഒത്തിരി തിക്കാവാൻ പാടില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ മാവിനകത്തേക്ക് ഈന്തപ്പഴം മുക്കി വെച്ച് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് ഞാൻ കോരിയെടുക്കട്ടെ.